ഹായ് പ്രിയമുള്ളവരെ, ഇന്നും നമ്മൾ കാണാൻ പോകുന്നത് ഇന്നലെ കണ്ട കാഴ്ചകളുടെ ബാക്കി പത്രമാണ്. തായ്ലാൻഡിലെ ദ സാങ്ച്വറി ഓഫ് ട്രൂത്ത്, ലോകത്തിൽ തന്നെ പ്രധാനപ്പെട്ട കാഴ്ചകളിൽ ഒന്നായ മരത്തിൻ്റെ കൊട്ടാരം കണ്ടിട്ടും മതിയാകാത്തത് കൊണ്ടും ഈ ദൃശ്യങ്ങൾ പകർത്തി തീരാത്തത് കൊണ്ടുമാണ് വീണ്ടും ഒരു എപ്പിസോഡുമായി നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. കാഴ്ചകൾ തീർന്നിട്ടില്ല. ഇന്നലെ കണ്ടതിൻ്റെ ബാക്കിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. നോക്കൂ, ഓരോ ഭാഗങ്ങളും എത്ര അപൂർവങ്ങളായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഒരു ഫ്രെയിമിൽ കാണാനുള്ളതെന്ന് നോക്കിയേ. എത്രമാത്രം ദിവസങ്ങളോളം അധ്വാനിച്ചതിൻ്റെ ഫലമായിരിക്കും ഈ ദൃശ്യവിരുന്ന്. അത്ഭുതം എന്നേ പറയാനുള്ളൂ. നോക്കൂ, ഈ ഒരു ഫ്രെയിമിൽ എത്രമാത്രം കൗതുകകരമായ അത്ഭുതകരമായ കൊത്തുവേലകളാണ് പണിത് വെച്ചിട്ടുള്ളത്. നോക്കിയേ, ഈ ലൈറ്റ്നിങ് കൂടി വന്നപ്പോൾ അതിമനോഹരമായ ദൃശ്യങ്ങൾ. ഞാനും ഇപ്പോൾ നിങ്ങളെപ്പോലെ ആലോചിക്കുകയായിരുന്നു, ഇവയ്ക്കെല്ലാം പല നിറവർണ്ണങ്ങൾ നൽകിയിരുന്നെങ്കിൽ ഇതിനേക്കാൾ ആകർഷകമാകിരുന്നില്ലേ എന്ന്. പോളിഷൊക്കെ ചെയ്തേ ഭംഗിയാക്കിക്കൂടായിരുന്നോ എന്ന്. അപ്പോൾ അതിനുള്ള മറുപടിയും എനിക്ക് കിട്ടി, അത് കൃത്രിമം ആയിരിക്കും. ഇത് നോക്കൂ, അതിൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ട് ഓരോ മരക്കഷ്ണത്തിൻ്റെയും നിറവും തനിമയും നിലനിർത്തിക്കൊണ്ടാണ് ഈ ദാരുശില്പങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. കലയുടെ മായാപ്രപഞ്ചം തന്നെയാണ് കേട്ടോ. നോക്കൂ, എന്താണ് ആ ലൈറ്റ്നിങ് ഒക്കെ, ആ പ്രകാശം ഇങ്ങനെ അതിനെ എന്താ പറയുക, പ്രകാശപൂരിതമാക്കുകയാണ്. ആ കലകളെ എടുത്ത് കാണിക്കുന്നുണ്ട് ആ ലൈറ്റ്നിങ് കൊണ്ട്. നോക്കൂ, ഈ ഒരു തൂണൊക്കെ എത്രമാത്രം നോക്കൂ കൊത്തുവേലകളാണ് ഇതിനുള്ളത്. അല്ല വെറുതെ ഒരു ഒഴുക്കൻ മട്ടിലാണ്ട് നിർമ്മിച്ചിരിക്കുകയല്ല. ഓരോന്നിനും അണു കേന്ദ്രീകൃതമായിട്ടുള്ള ദൃശ്യങ്ങളും കൊത്തുവേലകളും കണ്ട് മതിയാകുന്നില്ല കേട്ടോ. വെറുതെ അല്ല പണി തീരാതെ കിടക്കുന്നത്. ഓരോന്നും അത്രയും സൂക്ഷ്മമായിട്ടാണ് അതിൻ്റെ ഓരോ പണിയും ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം ആനകളുടെയൊക്കെ മുഖഭാവങ്ങളും രൂപങ്ങളും അതിന് പുറത്ത് ചില ദൈവങ്ങൾ ഇരിക്കുന്നതുമൊക്കെ ആ തന്മയത്വത്തോടെ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ദീർഘായ പ്രതിമ. ഇവിടെ ശിവഭഗവാൻ. നമ്മളാരും ശിവഭഗവാനെ കണ്ടിട്ടില്ല. സിനിമകളിലും സീരിയലും കൂടി ഉള്ള മുഖഭാവങ്ങൾ നമുക്കറിയും. യഥാർത്ഥ മുഖഭാവം ഇവിടെ എന്തായാലും കഴുത്തിൽ പാമ്പുകളും അണിഞ്ഞ് നമുക്കെല്ലാവർക്കും അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ് ദൈവിക ചൈതന്യം തുളുമ്പുന്ന പ്രതിമ തന്നെ.
വിഷ്ണു ഭഗവാൻ ഇതാ എത്ര തന്മയത്വത്തോടെ ഭംഗിയോടെയാണ് അദ്ദേഹത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ജീവൻ തുടിക്കുന്ന, തുളുമ്പുന്ന എന്നൊക്കെ നമ്മൾ പറയുന്ന രീതിയിൽ ഓരോ ഭാഗവും ശില്പങ്ങളുടെ വശ്യത ആവോളം ഉണ്ട് ഇവിടെ. ഇവിടെ കൊത്തുവേലകളുടെ മായാപ്രപഞ്ചം ഒരുക്കിയിരിക്കുന്നു. മൂർഖൻ പാമ്പിൻ്റെ ഫണം ഉയർത്തി നിൽക്കുന്ന കാഴ്ച. ഇവിടെയും ഇതാ ഒരു ശില്പം. എങ്ങോട്ട് തിരിഞ്ഞാലും ശില്പങ്ങൾ തന്നെ. ഓരോ ശില്പങ്ങളും കൊത്തുപണികളും കണ്ണെടുക്കാതെ അത്ഭുതമൂറും നയനങ്ങളോടെ നോക്കി നിന്നു പോകും നമ്മൾ. ഇവിടെ ശ്രീ പാർവതി എല്ലാ ദൈവിക ഭാവങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപൂർവ കാഴ്ചകൾ ഒരുക്കി ദി സാങ്ച്വറി ഓഫ് ട്രൂത്ത് തല ഉയർത്തി നിൽക്കുന്നു വാനിൽ. നമ്മുടെ മനസ്സിൽ മറക്കാൻ, മായ്ക്കാൻ കഴിയാത്ത അതീവ സുന്ദരമായ ദൃശ്യങ്ങൾ മനസ്സെന്ന ക്യാൻവാസിൽ വരച്ചിട്ടിരിക്കുന്നു. പതിഞ്ഞിരിക്കുന്നു അവ, മായാതെ മറയാതെ. ഇവിടെ ശിവഭഗവാനും ശ്രീ പാർവതിയും അവരുടെ കുട്ടികളും മനോഹരമായ ദൃശ്യം. കാറ്റിൻ്റെ സംഗീതം, കാറ്റിൻ്റെ മർമ്മരം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടേ ഉള്ളൂ. ഇവിടെ ഇരുന്നാൽ അത് നമുക്ക് ആവോളം ആസ്വദിക്കാം. നോക്കൂ, കൊട്ടാരത്തിൻ്റെ പുറം കാഴ്ചകളാണിവ. എത്ര മനോഹരമാണ്. മറക്കാൻ കഴിയില്ല ഒരിക്കലും. അത്രയ്ക്ക് മനസ്സിൽ പതിഞ്ഞു പോയിട്ടുണ്ട് ഈ മരം എന്ന കൊട്ടാരം. ദി സാങ്ച്വറി ഓഫ് ട്രൂത്ത്. എ ബിഗ് സല്യൂട്ട്